ഇഷ്ടം മാത്രം സീരിയലിന്റെ ക്ലൈമാക്സിൽ മഹേഷിനും ഇഷിതയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുവോ? അതെ, അങ്ങനെയാണ് കഥ. അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ് ഇതിന്റെ ക്ലൈമാക്സിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആകാശും രചനയും രണ്ടുപേരും ജയിലിനുള്ളിലേക്ക് പോകുമോ, അതോ രചന നന്നായിക്കൊണ്ട് ആകാശ് മാത്രമായിരിക്കുമോ ബിസിനസ് തട്ടിപ്പുകളിലൂടെ ജയിലിലോട്ട് പോകുന്നത്? എല്ലാവരും നന്നായി ഒരു ശുഭാന്ത്യമായിരിക്കുമോ ഈ സീരിയലിനുണ്ടായിരിക്കുക? അങ്ങനെ ഇഷ്ടം മാത്രം സീരിയലിന്റെ ക്ലൈമാക്സ് ആയി മക്കളെ. എന്നാണ് ക്ലൈമാക്സ്? എന്താണ് ക്ലൈമാക്സ്? നല്ല ക്ലൈമാക്സ് ആണോ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, അതോ വിഷമം തരുന്ന ക്ലൈമാക്സ് ആണോ എന്നൊക്കെയുള്ള ഇഷ്ടം മാത്രം സീരിയലിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ക്ലൈമാക്സ് അപ്ഡേറ്റുമായിട്ട്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കറിയാം, ഇഷ്ടം മാത്രം സീരിയൽ ഓൾറെഡി ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഏഷ്യാനെറ്റ് പ്രൊമോ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 ആഴ്ചക്കകത്ത് അതിന്റെ ക്ലൈമാക്സ് ഉണ്ടാകും എന്ന് തന്നെയാണ് കഥ കാണുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു നിസ്സാര ഒരു പ്രൊമോ കണ്ടാൽ കൂടി മനസ്സിലാവുന്നത്. ഇഷ്ടം മാത്രം സീരിയല് നമുക്കറിയാം, അമ്മയാവാത്ത ഒരു പെൺകുട്ടിയായിട്ടുള്ള നമ്മുടെ ഇഷിതയെ ഒരു 2 കുഞ്ഞുങ്ങളുള്ള മഹേഷിനെ കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടാവില്ല, ഇഷിതയ്ക്ക് കുഞ്ഞുണ്ടാവില്ല. ഫൈനലി ഇതിനകത്ത് ഇഷിതയ്ക്ക് കുഞ്ഞുണ്ടാവുന്നതോട് കൂടിയാണ് കഥ അവസാനിക്കുന്നത്. ഞാൻ അതിലേക്ക് എത്താം. അപ്പോൾ മഹേഷിന്റെ മുൻ ഭാര്യയായിട്ടുള്ള നമ്മുടെ രചനയും രചനയുടെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്ന ആകാശും, ഇവരാണ് ഈ കഥയിലെ മെയിൻ ആന്റഗോണിസ്റ്റുകൾ. അപ്പം ഇതിനകത്ത് മഹേഷിന് ഓൾറെഡി 2 മക്കളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഇതിന്റെ തന്നെ ഈ പറയുന്ന സീരിയൽ ഏഹേ മൊഹബത്തേൻ അല്ലേ, ആ സീരിയലിന്റെ മലയാളം റീമേക്കാണ് എന്ത്, നമ്മുടെ ഇഷ്ടം മാത്രം. ഓൾറെഡി ഇതിന്റെ മുന്നേ തന്നെ ഒരു റീമേക്ക് വന്നിട്ടുണ്ട് സെയിം കഥയില്, പ്രണയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീനിഷ് അരവിന്ദും വരദയും കൂടെ അഭിനയിച്ചിരുന്ന സീരിയല്. അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായിക പ്രഗ്നന്റ് ആവുന്നതോട് കൂടിയാണ് ആ കഥ അവസാനിക്കുന്നത്. അതിനകത്ത് ശത്രുപക്ഷത്തെ കുറിച്ചിട്ടൊന്നും കാണിക്കാതെയാണ് ആ കഥ അവസാനിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് പ്രഗ്നന്റ് ആയതൊക്കെ ഓൾറെഡി കഴിഞ്ഞു. അതിൻ്റെ 1-2 പ്രൊമോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇതിന്റെ ക്ലൈമാക്സിൽ ഇഷിത പ്രസവിക്കുന്നതാണ്. ഇഷിതയുടെ കുഞ്ഞിനെ കൈമാറുന്നത് മഹേഷ് ഏറ്റുവാങ്ങിക്കുന്ന ഒരു സാധനം, ഒരു ലീക്ക് സാധനം ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത് തന്നെ ആയിരിക്കണം ഇതിന്റെ ക്ലൈമാക്സ്, ഇഷിത പ്രസവിക്കുന്നത്. ഹാപ്പി എൻഡിങ് തന്നെയാണ്. പിന്നെ രചന, നമ്മുടെ മുൻപ് വന്നിട്ടുള്ള പ്രണയം സീരിയലില്, ഓൾറെഡി നമ്മുടെ ഏഹേ മൊഹബത്തിന്റെ മുൻപ് വന്നിട്ടുള്ള പ്രണയം സീരിയലില് എന്താ, ഇതിനകത്ത് നമ്മുടെ രചന നന്നാവുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് കവിതയാണ്. രചന നന്നാവുന്നുണ്ട്, നല്ലൊരു ആളായിട്ട് മാറി, ഇനി ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഉള്ള ഒരു, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഇഷിതയ്ക്കും മഹേഷിനും കൂടി അവർ നന്നായിട്ട് ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഒരു എനിക്ക് പശ്ചാത്തപിക്കാൻ ആ ഒരു ലെവലിൽ അങ്ങ് മാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ രചനയുടെ കഥാപാത്രം ആ സീരിയലിൽ എൻഡ് ആവുന്നത്. ഇതിനകത്തും ഇടയ്ക്കിടയ്ക്ക് പോസിറ്റീവും ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവും അങ്ങനെയാണല്ലോ ഇതിനകത്ത് നമ്മുടെ രചനയുടെ ക്യാരക്ടർ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രചന അങ്ങനെ അങ്ങ് ഒഴിവായി പോകാനാണ് സാധ്യത. ഇനിയെങ്കിലും മഹേഷ് നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നുള്ള ലെവലിൽ പിള്ളേരെയൊക്കെ കൊടുത്തിട്ട് ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയാണ് ഇതിനകത്തുള്ളത്. ഇനി ആകാശാണ് പ്രധാനപ്പെട്ട ശത്രു ഈ കഥയിലെ. നമ്മുടെ ഇഷിതയെന്ന് നമ്മുടെ രചനയെ അടിച്ചുകൊണ്ട് പോയത് ആകാശാണ്. മിക്കവാറും ആകാശ് ജയിലിലാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. വൈ? ബിക്കോസ് നമ്മുടെ ആ പ്രണയം സീരിയൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇഷ്ടം മാത്രം ഞാൻ കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല. ഇതിൻ്റെ പ്ലോട്ട് മാത്രമേ എനിക്ക് അറിയാവൂ. കുറേ ബിസിനസ് തട്ടിപ്പുകളും, അതുപോലെ തന്നെ ബിസിനസ്സിൽ കുറേ കൊതുകാല് വെട്ടലുകളും, കുറേ ബാക്ക് സ്റ്റാബിങ്ങുകളും, കുറേ തട്ടിപ്പും ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ആകാശ്. ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ അവസാനം ജയിലിലാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മുന്നേ വന്നിട്ടുള്ള ആ സീരിയലിലെ ആകാശിന്റെയും കവിതയുടെയും കാര്യമൊന്നും ആകാശിന്റെയും ഈ രചനയുടെയും കാര്യമൊന്നും വലിയ രീതിയിൽ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് അത് നല്ല രീതിയിൽ കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മഹേഷിനും ഇഷിതയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട്, മൂത്ത മകനും ഇളയ മകളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് മഹേഷ് ഇഷിതയും കൂടെ പോകുന്നതായിരിക്കും ഇതിന്റെ ക്ലൈമാക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ലീക്കായിരിക്കുന്ന ഇമേജിനകത്ത് ഞാൻ ഇഷിതയോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം ഇഷിതയുടെ കുഞ്ഞിനെ കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കുഞ്ഞ് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മഹേഷിന്റെ കൈകളിലേക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കും കേട്ടോ ക്ലൈമാക്സ്. അങ്ങനെ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ടൈമിൽ 8 മണിക്കായിരുന്നു. നമുക്കറിയാം നല്ലൊരു സീരിയലായിരുന്നു. പക്ഷേ ഇപ്പം ഉച്ചയ്ക്ക് എടുത്തിട്ട് 3.2 പോയിന്റ് മാത്രമാണ് ഈ സീരിയലിന് ഉള്ളത്.
TRP അത്ര മാത്രമാണുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം, ക്ലൈമാക്സ് എപ്പിസോഡ് വരട്ടെ, അതിന്റെ അപ്ഡേറ്റുകൾ അറിയുവാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ അറിയിക്കാം. അപ്പോൾ ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ക്ലൈമാക്സ് എങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ ക്ലൈമാക്സ് ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്ലൈമാക്സ് പറയുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.